ഉരുൾപൊട്ടൽ ആഘാതം വിതച്ച വയനാടിന് ദുരന്ത മുന്നറിയിപ്പ് നൽകുന്നത് സംബന്ധിച്ച് IIT-യുടെ പഠനം സർക്കാർ അവഗണിച്ചു. 2020-ൽ നടന്ന പഠനം കൃത്യമായ മുന്നറിയിപ്പ് മോഡലാണ് മുന്നോട്ട് വച്ചത്. മേഖലയിലെ മഴ മാപ്പിനുകളുടെ ഡേറ്റ കൃത്യമായി വിലയിരുത്തി മുന്നറിയിപ്പ് നൽകാൻ ആകുമെന്നും പഠനം വ്യക്തമാക്കുന്നു. കൊറിയ, ഇറ്റലി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി ചേർന്നാണ് ഇൻഡോർ IIT പ്രത്യേക പഠനം നടത്തിയത്. 2018-ലെയും 19-ലെയും ഉരുൾപൊട്ടൽ പഠനവിധേയമാക്കിയായിരുന്നു ഗവേഷണം. വയനാട് ജില്ലയിലെ അമ്പലവയൽ, മാനന്തവാടി, വൈത്തിരി, കുപ്പാടി എന്നിവിടങ്ങളിലെ 4 മഴ മാപിനികളിലെ 2010 മുതലുള്ള ഡാറ്റയാണ് പഠനത്തിന് ആധാരമാക്കിയത്. മണ്ണിന്റെ ഘടന, ഭൂമിയുടെ ചെരിവ്, മഴയുടെ തീവ്രത തുടങ്ങിയ വിഷയങ്ങൾ താരതമ്യപ്പെടുത്തി പഠന വിധേയമാക്കുന്നത് ദുരന്ത മുന്നറിയിപ്പ് സാധ്യമാക്കുമെന്ന് ഗവേഷണം വ്യക്തമായി പറയുന്നു. തുടർച്ചയായി പെയ്യുന്ന മഴയുടെ അളവ് ഭൂമിയുടെ സ്വാഭാവിക ഉറപ്പിനെ ബാധിക്കുന്നത് സംബന്ധിച്ച കൃത്യമായ മോഡലാണ് തയ്യാറാക്കപ്പെട്ടത്. ഓരോ മേഖലയിലും മഴയുടെ തീവ്രതയും തുടർച്ചയും മണ്ണിന്റെ ഉറപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നത് മുൻകൂട്ടി കണക്കാക്കാനാകും. അത്തരത്തിൽ ഓരോ മഴ മാപിനിയുടെയും സമീപ പ്രദേശങ്ങളിലെ മഴയുടെ സാന്നിധ്യം ഭൂമിയുടെ ഉറപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ കൃത്യമായും ആ മേഖലയിലെ ആഘാത സാധ്യത തിരിച്ചറിയാനാകും. 48 മണിക്കൂർ മുൻപ് വരെ ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് പഠനം നൽകുന്ന സൂചന. അത്തരം മുന്നറിയിപ്പ് തയ്യാറാകുന്നതോടെ അപകട മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനാകും. സാധ്യമായ മഴമാപിനികൾ വയനാട് ജില്ലയിൽ തന്നെ ഉണ്ടായിരിക്കെ ജിയോളജി, മണ്ണ് പരിശോധനാ വിഭാഗങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചാൽ ഇത്തരത്തിൽ ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒരുക്കാനും സാധിക്കുമെന്ന് പഠനത്തിന്റെ ഉള്ളടക്കത്തിൽ വ്യക്തമാക്കുന്നു. 2020 ഏപ്രിലിൽ പ്രസിദ്ധീകരിച്ച പഠനം നാളിതുവരെയായി സർക്കാർ ഗൗരവത്തിൽ എടുത്തിട്ടില്ല. ഒരുപക്ഷെ മുണ്ടക്കൈ ദുരന്തത്തിന്റെ ആഘാതം വൻതോതിൽ ലഘൂകരിക്കാൻ സാധ്യമാകുന്ന ഈ ഗവേഷണ മോഡലാണ് സർക്കാർ അവഗണിച്ചത്. ന്യൂസ് ഡെസ്ക്, ജനം.